ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി പൊങ്കൽ കേട്ടോ. മകരസംക്രാന്തി പൊങ്കൽ എന്നൊക്കെ പറയണ നമ്മുടെ സെലിബ്രേഷൻ തുടങ്ങുകയാണല്ലോ. അപ്പോൾ തലേ ദിവസം നമ്മളൊന്ന് മാർക്കറ്റിൽ പോയപ്പോഴുള്ള അവസ്ഥയാണ് കേട്ടോ. നമ്മൾ ബാംഗ്ലൂരിൽ ദാസറഹള്ളിയാണ് താമസിക്കുന്നത്. എന്തെങ്കിലും സെലിബ്രേഷൻസ് വന്നാൽ മതി കേട്ടോ. പിന്നെ അതിൻ്റെ തലേ ദിവസം അതിൻ്റെ മുന്നത്തെ ദിവസമൊക്കെ എന്തൊരു തിരക്കായിരിക്കും എന്നറിയാം. ഒരു ലോഡ് ആൾക്കാരും താമസിക്കുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ കച്ചവടക്കാരും ഉണ്ട്. എങ്ങനെയാണെങ്കിലും തിരക്കോട് തിരക്കായിരിക്കും ബാംഗ്ലൂർ സ്ട്രീറ്റ്സ് എല്ലാം. അപ്പോൾ പൊങ്കലിനാണെങ്കിലും ഇവർക്ക് ഭയങ്കര പൂജകളാണ് കേട്ടോ. ഞാനിവിടെ വന്നിട്ട് കണ്ടിട്ടുള്ളത്. നമ്മുടെ നാട്ടിലൊന്നും നമ്മൾ അത്രയൊന്നും പൂജ ചെയ്യില്ല, ചെയ്യുന്നവരുണ്ടായിരിക്കും. പക്ഷെ എല്ലാ സെലിബ്രേഷനും വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് ഇവർ പൂജകൾ ഓരോന്നും ചെയ്യുന്നത്. അത് ഓരോരോ ദൈവത്തിനും ഓരോരോ പലഹാരങ്ങൾ അല്ലെങ്കിൽ ഓരോരോ വിശേഷങ്ങളാണ് ഓരോ ദൈവത്തിനും ഇവർ ചെയ്യുന്നത്. അപ്പോൾ മകരസംക്രാന്തിക്ക് ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പൂജയൊക്കെ ചെയ്യും. എല്ലാവിടെയും ക്ലീനൊക്കെ ചെയ്ത് പൂജാമുറി എല്ലാം ക്ലീൻ ചെയ്ത് എല്ലാ സാധനങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് അവിടെ കുറച്ച് ഫ്രൂട്ട്സ് അതുപോലെ നമ്മുടെ പൂക്കൾ അങ്ങനെ പൂജയ്ക്കുള്ള സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്യും. അതിനോടൊപ്പം തന്നെ നമ്മുടെ കരിമ്പ് ഉണ്ടാവും മെയിനായിട്ട്. അതുപോലെ നിലക്കടല, പിന്നെ നമ്മുടെ മധുരക്കിഴങ്ങില്ലേ, സ്വീറ്റ് പൊട്ടാറ്റോ, മധുരക്കിഴങ്ങ്. അപ്പോൾ അതൊക്കെയാണ് മെയിനായിട്ടുള്ള ഐറ്റംസ് കേട്ടോ. അപ്പോൾ പൂജ ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് ഇങ്ങനെ തരും അതെല്ലാം ഇവർ. ഇപ്പോൾ ഇങ്ങനെ ഒരു കടലയുടെ ഒരു പാക്കറ്റ് ഉണ്ട്, ഞങ്ങളും ഇത് മേടിച്ചിട്ട് അതിന് 20 രൂപയായിരുന്നു. അതെല്ലാം കൂടി മിക്സ്, നമ്മുടെ പൊട്ടുകടല, പിന്നെ ജീരകമിഠായി, അതുപോലെ തന്നെ ശർക്കര, തേങ്ങയുടെ പീസ്, പിന്നെയുണ്ട് ചെറിയ ചെറിയ എള്ള്, വൈറ്റ് കളർ എള്ള്, അങ്ങനെ സ്വീറ്റായിട്ടുള്ള കുറേ ഐറ്റംസാണ് അത്. അപ്പോൾ ഞങ്ങൾക്കും അത് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാം മിക്സായിട്ട് വരുന്നതുകൊണ്ടാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതും ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കരിമ്പ് മേടിക്കുക, കടല മേടിക്കുക, മധുരക്കിഴങ്ങ് മേടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളും ഇങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ സ്ട്രീറ്റിലത്തെ കുറേ തിരക്കൊക്കെ കാണാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളും ഇങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. എല്ലാവിടെയും ഭയങ്കര തിരക്കാണ്. റോഡ് സൈഡിലൊക്കെ ഫുള്ള് കടകളും ഒക്കെയാണ്. അപ്പോൾ ഞങ്ങളെല്ലാം ഇങ്ങനെ നോക്കി നോക്കി പോയിട്ട് പിന്നെ ലാസ്റ്റ് മാർക്കറ്റിലൊക്കെ പോയിട്ട് മാർക്കറ്റിൽ നിന്ന് കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവിടെയും നല്ല തിരക്കാണ്. നമ്മുടെ സ്ട്രീറ്റിൽ തന്നെ കുറേ കടകളൊക്കെ വെച്ചിട്ട് അവിടെ അങ്ങനെ തിരക്ക്, ഫ്രൂട്ട്സിൻ്റെ തിരക്ക്, അതുപോലെ എല്ലാ തരം. ഇപ്പോൾ പിന്നെ സ്ട്രോബെറിയുടെയൊക്കെ സീസൺ ആട്ടോ. അതുകൊണ്ട് സ്ട്രോബെറി, പിന്നെ ഇതാ ഇങ്ങനെ ചെറിയൊരു ആപ്പിൾ പോലത്തെ, ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല, ഗ്രീൻ ആപ്പിൾ പോലെ തന്നെ ഒരു ചെറിയൊരു ഐറ്റമാണ് അത്. അപ്പോൾ അതിൻ്റെ പേര് അറിയുന്നവർ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഭയങ്കര സീസണായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഇവിടെ എല്ലാവിടെയും കാണാം കച്ചവടക്കാരുടെ ഇടയിൽ. പിന്നെ മുന്തിരി അങ്ങനെ. അപ്പോൾ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിച്ചു. അങ്ങനെ നമ്മളും ബാക്കി സാധനങ്ങളൊക്കെ മേടിക്കാമെന്നൊക്കെ പറഞ്ഞ് മാർക്കറ്റിലൊക്കെ പോയി കേട്ടോ. അപ്പോൾ പോകുന്ന വഴി എടുത്ത വീഡിയോസാണ് കേട്ടോ. കരിമ്പൊക്കെ വിൽക്കാനായിട്ട് റോഡ് സൈഡ് ഫുള്ള് അങ്ങനെ കിടക്കും. അതിൻ്റെ തണ്ടെല്ലാം വെട്ടിക്കളഞ്ഞ് അവിടെ ഇങ്ങനെ മൊത്തം റോഡിലൊക്കെ ഫുള്ള് കരിമ്പിൻ്റെ ഇലയൊക്കെ ആയിട്ട് അങ്ങനെ കിടപ്പായിരുന്നു കേട്ടോ. പിന്നെ ഇത് അടുത്തുള്ള അമ്പലങ്ങളിലൊക്കെ ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ടിട്ട് നന്നായി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാത്തിൻ്റെയും പുതിയൊരു തുടക്കമാണല്ലോ ഇതെല്ലാം, പൊങ്കൽ എന്ന് പറയണത്. അപ്പോൾ മകരസംക്രാന്തി ആയിട്ടൊക്കെയാണ് ഇവിടെ ആഘോഷിക്കുന്നത്. തമിഴരൊക്കെ ആണെങ്കിൽ പൊങ്കൽ എന്ന് പറഞ്ഞിട്ട് ആഘോഷിക്കും. അപ്പോൾ നല്ല പൂജയും കാര്യങ്ങളൊക്കെ ചെയ്ത് വീടൊക്കെ നല്ല വൃത്തിയാക്കി പൂജയൊക്കെ ചെയ്യുന്നതാണ്. നമ്മൾക്ക് എല്ലാ നല്ല സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളൊക്കെ നിറയാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പൂജയൊക്കെ ആയിട്ട് ചെയ്യും. അപ്പോൾ നമ്മളും ഇപ്രാവശ്യം മധുരക്കിഴങ്ങും അതുപോലെ നിലക്കടലയൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മാർക്കറ്റിലെത്തിയപ്പോൾ നല്ല കിഴങ്ങുണ്ട്. നമ്മുടെ അടുത്തുള്ള സ്ട്രീറ്റിലൊക്കെ ചെറിയ ചെറിയ കിഴങ്ങായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മളും ഇത് അങ്ങനെ വാങ്ങാറൊന്നുമില്ല, ഇങ്ങനെ സീസൺ ആകുമ്പോൾ മാത്രം, അല്ലെങ്കിൽ ഓരോ ഫെസ്റ്റിവൽസൊക്കെ വരുമ്പോഴാണ് നമ്മളിത് മാർക്കറ്റിലൊക്കെ കാണാറ് കേട്ടോ. അപ്പോൾ സ്വീറ്റ് പൊട്ടറ്റോ എന്ന് പറയുന്നത് ഭയങ്കര വൈറ്റമിൻസ് മിനറൽസൊക്കെ റിച്ച് ആയിട്ടുള്ളതാണ്. അതുപോലെ ഷുഗർ ഉള്ളവർക്കും കഴിക്കുകയൊക്കെ ചെയ്യട്ടോ. ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവാണ്. അപ്പോൾ വ്ളോഗിൻ്റെ ഇടയിൽ ചെറിയൊരു ഡയറ്റ് ടിപ്പൊക്കെ പറഞ്ഞതാണ് കേട്ടോ. എന്താണെങ്കിലും ഡയറ്റീഷ്യൻ അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ആ വിശേഷങ്ങൾ. അപ്പോൾ നമ്മളിതാ കരിമ്പൊക്കെ മേടിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ ഓരോന്നും മേടിക്കും. പിന്നെ നമ്മൾ നിലക്കടല മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് 100 രൂപയ്ക്ക് മേടിച്ചു, 1 കിലോ 100 അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പോൾ ചേട്ടൻ കരിമ്പൊക്കെ മേടിച്ച് ഇത് 100 രൂപയ്ക്ക് മേടിച്ചതാണ്. 3-4 പീസാക്കിയിട്ട് അവർ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കരിമ്പ്. പിന്നെ ഷുഗർ കെയിൻ കഴിക്കുന്നത് നല്ലതാണല്ലോ, നമ്മൾ എപ്പോഴും വാങ്ങാത്ത സാധനമല്ലേ. ഇതാ നമ്മൾ മേടിച്ച കടലാട്ടോ. കണ്ട അതിൽ ജീരകമിഠായി മെള്ളും ഒക്കെ ആയിട്ട് നല്ല രസമാണ് കാണാൻ തന്നെ. പിന്നെ ഇതാ നമ്മൾ മധുരക്കിഴങ്ങ് വാങ്ങുകയാണ്. ഇതിന് എത്ര രൂപയായിരുന്നു? 100 രൂപയ്ക്ക് തന്നെയാണ്. ഞാൻ പറഞ്ഞു കുറച്ച് മേടിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ കുറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിന് എത്ര രൂപയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ മധുരക്കിഴങ്ങൊക്കെ മേടിച്ചു. ഇനിയിപ്പോൾ അതാ മെല്ലെ വീട്ടിലോട്ട് പോവാം കേട്ടോ. ഞാൻ ഈ സ്വീറ്റ് പൊട്ടറ്റോ കഴിച്ചിട്ടൊക്കെ കുറേ കാലമായിട്ടോ. ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ അച്ചച്ചനൊക്കെ മേടിച്ചിട്ട് വരുമായിരുന്നു. അങ്ങനെ കഴിച്ചൊരു ഓർമ്മയുള്ളൂ. പിന്നെ വീട്ടിലുണ്ടാക്കുമായിരുന്നു മധുരക്കിഴങ്ങെന്നൊക്കെ പറഞ്ഞ് വള്ളി വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ട് അങ്ങനെയൊക്കെ കഴിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ കളർ ഇങ്ങനെ പിങ്ക് പോലെയല്ല ഇവിടെ കാണുന്നത്. കണ്ടോ, ഇതിൻ്റെ പുറത്തൊരു പിങ്ക് കളർ പോലെയാണ് ആ തൊലി, അങ്ങനെയാണ് കാണാറുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാനിത് കുക്ക് ചെയ്ത വീഡിയോ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ മുഴുവനായിട്ട് കാണണേ. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ബാംഗ്ലൂർ വിശേഷങ്ങളൊക്കെ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണം കേട്ടോ. വീഡിയോസൊക്കെ സ്കിപ്പ് ചെയ്യാതെ കാണാനും കൂടി ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് കൂടിയൊക്കെ അങ്ങ് ചെയ്ത് അങ്ങ് സപ്പോർട്ട് ചെയ്യണേ.
അങ്ങനെ നമ്മളെല്ലാ സാധനങ്ങളും മേടിച്ച് വീട്ടിലോട്ട് വരുമ്പോഴാണ് നമ്മുടെ അപ്പുറത്തെ ആൻറ്റി എപ്പോഴും കോലമൊക്കെ വരയ്ക്കും കേട്ടോ. അവർ കന്നഡക്കാരായതുകൊണ്ട് തന്നെ എപ്പോഴും കോലമൊക്കെ വരയ്ക്കും. അപ്പോൾ ഓരോ സെലിബ്രേഷൻസ് ഫെസ്റ്റിവൽസൊക്കെ വരുമ്പോൾ അവർ കുറച്ച് ഗ്രാൻഡായിട്ട് കോലമൊക്കെ ഇടാറുണ്ട്. അപ്പോൾ ദേവു അവിടെ പോയിട്ട് വീഡിയോ എടുക്കാമെന്നും പറഞ്ഞിട്ട് അവർ അടിപൊളിയായിട്ട് ഹാപ്പി പൊങ്കലൊക്കെ എഴുതിയിട്ടുള്ള നമ്മുടെ രംഗോലി അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദേവു പറയണ്ട ഇവർക്ക് എന്താ രംഗോലി കോമ്പറ്റീഷനാണെന്ന്. കോമ്പറ്റീഷനൊന്നുമല്ല, അതൊക്കെ അവരുടെ ഒരു ആചാരമാണല്ലോ. അപ്പോൾ അവരെല്ലാ ദിവസവും രാവിലെ കോലമൊക്കെ വരയ്ക്കാറുണ്ട്. പിന്നെ ഓരോ വിശേഷങ്ങൾ വരുമ്പോൾ ഇപ്പോൾ ന്യൂ ഇയർ അല്ലെങ്കിൽ ഉഗാദി ഇങ്ങനെ ഓരോ ഫെസ്റ്റിവൽസൊക്കെ വരുമ്പോൾ മകരസംക്രാന്തിയൊക്കെ വരുമ്പോൾ ഇവർ നല്ല കളർഫുള്ളായിട്ട് കോലമൊക്കെ വരയ്ക്കട്ടെ. അപ്പോൾ 2 ആൻറ്റിമാർ കൂടിയിട്ട് അവിടെ കോലമൊക്കെ വരച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. രംഗോലിയൊക്കെ അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കണം. അപ്പോൾ അത് കണ്ടിട്ട് ദേവ് പറഞ്ഞു അമ്മ നമുക്കും ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ എൻ്റെ കയ്യിൽ ഈ പൊടികളൊന്നും ഇല്ലായിരുന്നു. ഞാനും ഇടയ്ക്കൊക്കെ ചെയ്യാറുണ്ട് ദീപാവലിക്കൊക്കെ, ഡെയിലി ഒന്നും നമ്മളും ചെയ്യാറില്ല, ടൈം കിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ചെയ്ത വീഡിയോസാണ്. അപ്പോൾ ദേവ് കുറച്ച് ഈ രംഗോലി ഇട്ടതിൻ്റെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ പോയിട്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് വീഡിയോസ് കാണിക്കാം. ഇത് ദേവു രാവിലെ നമ്മുടെ സ്ട്രീറ്റിൽ കൂടെ നടന്നിട്ട് പോയി വീഡിയോ എടുത്തതാണ് കേട്ടോ. ഇതാണ് നമ്മുടെ സ്ട്രീറ്റ്. അപ്പോൾ അവിടെ ഇങ്ങനെ എല്ലാ വീടുകളിലും ഇങ്ങനെ കോലമൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഹാപ്പി പൊങ്കൽ എന്നൊക്കെ എഴുതിയിട്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്ക്. നല്ല കളർഫുള്ളായി വലുതായിട്ടൊക്കെ കോലമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെയാണെങ്കിലും ഇന്ന് പബ്ലിക് ഹോളിഡേ ആണ്. കുട്ടികൾക്കും എല്ലാവർക്കും ഓഫീസൊന്നുമില്ല, കമ്പനീസൊക്കെ ക്ലോസ് ആണ്. ഹോളിഡേ ആയതുകൊണ്ട് എല്ലാവരും പൊങ്കൽ ആഘോഷിക്കും. പിന്നെ ഇവിടെ ഭയങ്കര പൂജയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇന്ന് അവധി ദിവസമാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ മേടിച്ച കടലയൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് നോക്കണ്ട. അപ്പോൾ കടലേനെ ഞാൻ ചെയ്യുന്നത് എനിക്ക് പുഴുങ്ങി കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം. ഇതിൽ നല്ല മണ്ണുണ്ടാവും, നമ്മളിത് നന്നായി ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ കുറച്ച് കടല എടുത്തിട്ട് ഞാൻ കുക്കറിലിട്ട് അങ്ങ് വിസിലടിപ്പിക്കാമെന്ന് വിചാരിച്ചു. തേനൂർ വന്നതിന് ശേഷമാണ് ഞാനിത് ഇങ്ങനെ കണ്ടിരിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ കടലയൊന്നും വാങ്ങി കഴിക്കാറില്ല. വീട്ടിൽ അച്ഛൻ പണ്ട് കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അങ്ങനെ എന്തോ കഴിച്ചിട്ടുണ്ട് ചെറുതായിരുന്ന സമയത്ത്. പക്ഷേ പിന്നെ അതൊന്നും കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ തേനൂരൊക്കെ വന്ന സമയത്ത് അവിടെ അമ്മ ഇങ്ങനെ നന്നായി വാഷ് ചെയ്ത് കഴുകിയിട്ട് പ്രഷർ കുക്ക് ചെയ്യുന്നത് കാണാറുണ്ട്, കുറച്ച് ഉപ്പിട്ടിട്ട്. അപ്പോൾ നന്നായി ഞാൻ കഴുകിയെടുത്തു. നല്ല മണ്ണുണ്ടായിരിക്കുമേ. അപ്പോൾ നന്നായി അങ്ങ് കഴുകിയെടുക്കുക. പിന്നെ കുക്കറിലിട്ടിട്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് നമുക്കങ്ങ് പ്രഷർ കുക്ക് ചെയ്യാം. അപ്പോൾ ഒരു 3-4 വിസിലിൽ ചിലപ്പോൾ ഇത് നന്നായി വെന്ത് കിട്ടും. അപ്പോൾ ഞാനൊരു 4-5 വിസിലടിച്ചു. എന്നിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് അത് തുറക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ നമ്മുടെ മധുരക്കിഴങ്ങിനെയും അങ്ങ് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇത് വെച്ചിട്ടും കുറേ സ്നാക്സ് ഐറ്റംസൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ മധുരക്കിഴങ്ങ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇതിനെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി അതിൻ്റെ അറ്റത്തുള്ള ആ ഭാഗമെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തു. അതിന് ശേഷം ഞാൻ നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇതും. അപ്പോൾ അതിന് ശേഷം കട്ട് ചെയ്ത് ചെറിയ പീസാക്കി കട്ട് ചെയ്ത് ഞാൻ ചെറിയ കുക്കറിലായിട്ട് വേവിക്കുന്നത്. കുറച്ച് പീസസ് ആക്കി എടുത്തിട്ട് കുക്കറിലിട്ട് കുറച്ച് ഉപ്പും ചേർത്തിട്ട് അങ്ങ് വേവിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണെങ്കിലും ഞാനൊരു 3-4 വിസിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വിസിലൊക്കെ പോയി കുക്കറൊക്കെ ഓഫാക്കിയിട്ടുണ്ടായിരുന്നു. വിസിലൊക്കെ പോയി പ്രഷറൊക്കെ പോയിട്ട് നമ്മളിത് ഓപ്പൺ ചെയ്യുവാണ്. അപ്പോൾ കടലയാണെങ്കിലും മധുരക്കിഴങ്ങാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് എനിക്ക് വെന്ത് കിട്ടി കേട്ടോ. അപ്പോൾ കടല ഞാനിങ്ങനെ നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട്. മണ്ണൊക്കെ പോയിട്ട് ഇപ്പോൾ നല്ല കളറായി കിട്ടിയില്ലേ. അപ്പോൾ ഇനി നമുക്കിതിനെ ചൂടുണ്ട്. അപ്പോൾ ചൂടൊക്കെ ഒന്ന് ആറിയിട്ട് നമുക്കിതിൻ്റെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞെടുക്കാം കേട്ടോ. പിന്നെ ഈ കടലയൊക്കെ കഴിക്കുമ്പോൾ എപ്പോഴും കഷ്ടമാണ് അത് ഓപ്പൺ ചെയ്ത് കഴിക്കാനൊക്കെ. പക്ഷേ ഇങ്ങനെ ഒരു ടെൻഡൻസിയാണ് പിന്നെയും കഴിക്കുക എന്നുള്ളത്. കുട്ടികൾക്ക് ഞാൻ പൊളിച്ചിട്ട് കൊടുത്താൽ കൂടി അവർക്കിഷ്ടം അവർക്ക് സ്വയം പൊളിച്ചൊക്കെ കഴിക്കാനാണ്. അപ്പോൾ മധുരക്കിഴങ്ങ് ഞാനിങ്ങനെ തൊലിയെല്ലാം കളഞ്ഞ് എടുത്തിട്ടുണ്ട്. നല്ല ചൂടുണ്ട് കേട്ടോ. എപ്പോഴും ഞാൻ കഴിച്ച് നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല മധുരമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി കുട്ടികൾക്ക് കൊടുക്കാമല്ലോ. അപ്പം ഞാൻ അതിന് പീസാക്കി എടുത്തിട്ട് പിള്ളേർക്ക് കൊടുക്കാനായിട്ട് ഒരു പാത്രത്തിലൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. കടലയുടെ തൊണ്ട് ഇങ്ങനെ നമ്മൾ പൊളിച്ച് കളയണം. ചിലപ്പോൾ ഞങ്ങൾ കടിച്ചൊക്കെ കളയാറുണ്ട്. അപ്പോൾ ഇങ്ങനെ പൊളിച്ചൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ കടലയൊക്കെ കിട്ടും കേട്ടോ. ഇന്ന് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടെ. നല്ല കടല കിട്ടുവാണെങ്കിൽ ഹെൽത്തി ആണല്ലോ. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെയൊന്ന് കഴിച്ച് നോക്ക്. കഴിക്കുവാണെങ്കിൽ നമുക്ക് കഴിച്ചുകൊണ്ടിരിക്കാനുള്ള ഒരു ടെൻഡൻസിയാണ്. പൊളിക്കുക അങ്ങനെയാണ്. അപ്പോൾ ദേവ് നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ കഴിച്ചിട്ടുള്ള എക്സ്പ്രഷനാണ് കേട്ടോ ഇത്. അവൾക്ക് എന്താണെങ്കിലും നല്ല ഇഷ്ടമായി, ആൾ കഴിച്ചുകൊണ്ടിരിക്കുക. പിന്നെ കടലയാണ് ഇവിടെ മെയിൻ താരം. എല്ലാവർക്കും നിലക്കടല ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും ദേവ് പറയും സ്കൂളിലോട്ട് വരുമ്പോൾ അമ്മ മേടിച്ചതാണെന്ന്. അപ്പോൾ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്താണെങ്കിലും പൊങ്കൽ വന്നപ്പോൾ അതൊക്കെ മേടിച്ചു കൊടുത്തു. അപ്പോൾ അങ്ങനെ എല്ലാവരും അത് പൊട്ടിച്ച് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. ഇവർക്ക് തന്നെ പൊട്ടിച്ചൊക്കെ ഇങ്ങനെ കഴിക്കാനതാണ് ഇഷ്ടം. അമ്പാടിക്ക് പൊട്ടിക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ പൊട്ടിച്ചൊക്കെ കൊടുത്തു. അപ്പോൾ അങ്ങനെ അവർ രണ്ടും കൂടിയൊക്കെ അടിപൊളിയായിട്ട് കുശാലായിട്ട് അങ്ങനെ കടലയും മധുരക്കിഴങ്ങും ഒക്കെ കഴിച്ചു കേട്ടോ. ഹെൽത്തി ആയിട്ടുള്ള ഐറ്റംസ് കഴിക്കുമ്പോൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേയൊക്കെ അവരിരുന്ന് കഴിച്ചു. തന്നെയാണെങ്കിലും ഒക്കെ പൊട്ടിച്ചൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കഴിക്കാൻ പറ്റണില്ല പറഞ്ഞപ്പോൾ ഞാൻ ഇടയ്ക്കൊന്ന് പൊട്ടിച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ പൊട്ടിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ തന്നെ അങ്ങ് കഴിച്ചു പോകും കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു ഇത്. നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്യുക, നമ്മൾ തന്നെ കഴിക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ പ്ലേറ്റിലിടും, അങ്ങനെയൊക്കെയാണ് കേട്ടോ. ചിലപ്പോൾ നമ്മളങ്ങനെ പൊട്ടിച്ച് വേഗം നമ്മളെ കഴിച്ചു പോകും കേട്ടോ. അങ്ങനെ നമ്മളിത് കഴിക്കുമ്പോൾ ഇല്ല ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളൊരു ടെൻഡൻസിയാണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവും. എനിക്കെന്താണെങ്കിലും അങ്ങനെയാണ്.
അപ്പോൾ അതൊക്കെയുണ്ട് നമ്മുടെ പൊങ്കൽ വിശേഷങ്ങൾ. പിന്നെ നമ്മുടെ അപ്പുറത്ത് താമസിക്കുന്നവരൊക്കെ നമുക്ക് അവർ പൊങ്കലിന് പൂജയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പ്രസാദമൊക്കെ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലിങ്ങനെ ഈ കടല ഉണ്ടായിരുന്നു, അതുപോലെ കരിമ്പ് ഉണ്ടായിരുന്നു, പിന്നെ ചെറുപഴം ഉണ്ടായിരുന്നു. അതുപോലെ ഇങ്ങനെ ഇവർ പൊങ്കൽ വെച്ചിട്ട് അതും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് സംക്രാന്തി വിശേഷങ്ങൾ. ഇനിയിപ്പോൾ അടുത്ത വീട്ടിലെ പൂജയ്ക്കൊക്കെ വിളിക്കുക, അപ്പോൾ അതിനൊക്കെ പോകണം. ഇത് നമ്മുടെ അപ്പുറത്തെ വീട്ടിലൊക്കെ ഇട്ട രംഗോലിയൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പൊങ്കൽ വിശേഷങ്ങളും ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബാംഗ്ലൂരിലെ ഓരോ വിശേഷങ്ങൾ അറിയാൻ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് കൂടി ചെയ്ത് വെക്കണം കേട്ടോ. ഇത് നമുക്ക് അടുത്ത വീട്ടിൽ പൂജയ്ക്ക് പോയപ്പോൾ കിട്ടിയ പ്രസാദമാണ് കേട്ടോ. കാണാമല്ലേ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി പൊങ്കൽ. ബൈ ബൈ.